നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിലെ ലാലിഗ കിരീടം റയൽ മാഡ്രിഡ് ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 36 മത്സരങ്ങളിൽ നിന്ന് 93 പോയിന്റാണ് അവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനിയുള്ള 2 മത്സരങ്ങൾ കൂടി വിജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് 99 പോയിന്റ് നേടിക്കൊണ്ട് ഈയൊരു ലീഗ് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. അവരുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് ഈ ലീഗിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ലാലിഗ ഇപ്പോൾ ടീം ഓഫ് ദി സീസൺ പുറത്ത് വിട്ടിട്ടുണ്ട്. EA സ്പോർട്സിന്റെ ടീം ഓഫ് ദി സീസൺ ആണ് അവർ പുറത്ത് വിട്ടിട്ടുള്ളത്. 15 താരങ്ങളാണ് ഇതിൽ ഉള്ളത്. റയൽ മാഡ്രിഡിന്റെ ആധിപത്യം തന്നെയാണ്. FC ബാഴ്സലോണയുടെ കുറച്ച് താരങ്ങളും ജിറോണയുടെ കുറച്ച് താരങ്ങളും ഇപ്പോൾ ഈ ഒരു ടീം ഓഫ് ദി സീസണിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ആരൊക്കെയാണ് അതിൽ ഇടം നേടിയത് എന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടിക്കൊണ്ട് ഇടം കണ്ടെത്തിയിട്ടുള്ളത് റയൽ മാഡ്രിഡിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. 97 ആണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ 96 റേറ്റിംഗ് നേടിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ ഈ ഒരു ടീം ഓഫ് ദി സീസണിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ആന്റോയിൻ ഗ്രീസ്മാൻ ഇടം നേടി എന്നുള്ളതാണ്. മറ്റൊരു റയൽ താരമായ ഫെഡെ വാൽവർദെ വരുന്നു. അതുപോലെ തന്നെ ബാഴ്സലോണയുടെ സൂപ്പർ സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കി ഇവിടെ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. മുൻ റയൽ മാഡ്രിഡ് താരമായ ഇസ്കോ, അദ്ദേഹം ഇപ്പോൾ റയൽ ബെറ്റിസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മികച്ച പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹവും ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ നിര താരമായ അന്റോണിയോ റൂഡിഗർ ഇപ്പോൾ ഇടം കണ്ടെത്തി കഴിഞ്ഞു. അരൗഹോ ഈ ഒരു ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ബാഴ്സലോണയുടെ മധ്യനിര താരമായ ഇൽക്കൈ ഗുണ്ടോഗൻ സ്ഥാനം കണ്ടെത്തി. അതുപോലെ തന്നെ ജിറോണയുടെ ബ്രസീലിയൻ താരമായ സാവിയോ, അതുപോലെ തന്നെ അലക്സ് ഗാർഷ്യ എന്നിവരും ഇടം നേടിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിന്റെ സ്പാനിഷ് താരമായ കാർവഹൽ, അതുപോലെ തന്നെ ജിറോണയുടെ താരങ്ങളായ മിഗേൽ ഗുട്ടിറസ്, ഡോബിക്ക് എന്നിവരും സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഈ ഒരു ടീമിൽ ഉള്ളത് ഉനൈ സിമോൺ ആണ്. ഇതാണ് ഇപ്പോൾ 15 താരങ്ങളുടെ ഒരു ടീമായി കൊണ്ടുവരുന്നത്. ഏതായാലും ഇത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തിയത് റയൽ മാഡ്രിഡ് തന്നെയാണ്. ബാഴ്സലോണ, ജിറോണ എന്നിവരും ഇത്തവണ മോശമാക്കിയിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.